ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വിജയരാഘവൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പരിശ്രമവും, ജീവൻ നിലനിർത്താനുള്ള എല്ലാ പരിശ്രമവും കഴിയാതെ വന്നു എന്നുള്ളതാണ്. അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്, അല്ലേ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. പക്ഷേ തുടക്കത്തിൽ നമുക്ക് രോഗം വേഗം മാറി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പോയി സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വന്ന് പാർട്ടി കോൺഗ്രസിനും ആവശ്യമായ രേഖകളുടെ പ്രവർത്തന തുടക്കം നടത്താം എന്ന് ഞങ്ങളോട് പറഞ്ഞാണ് പിരിഞ്ഞത്. അത്രയും നല്ല പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി വരികയാണ് ഉണ്ടായത്. ദുഃഖകരമായ ഒന്ന്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം. നമ്മളെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ദൈക്ഷണികമായ ഒരു നേതൃത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സീതാറാം വലിയ പങ്കാണ് വഹിച്ചത്. വിശേഷിച്ച് സോവിയറ്റ് അനന്തര കാലത്ത് CPIM-നെ നയപരമായ വ്യതിയാനങ്ങളൊന്നും സംഭവിക്കാതെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ CPIM-ന്റെ അന്നത്തെ പക്വതയാർന്ന നേതൃത്വം സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ തുടർച്ച എന്നുള്ള നിലയിൽ, ആ നിലപാടുകളുടെ പ്രചാരകൻ എന്ന നിലയിൽ സോഷ്യലിസത്തിലും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഓരോ സന്ദർഭത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPIM-ന് സീതാറാം CPIM-ന് നേതൃത്വം നൽകിയത്. നമുക്ക് അപൂർവമായി മാത്രമേ ഇത്തരം വ്യക്തിത്വത്തെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം നല്ല മികച്ച വിദ്യാർത്ഥിയാണ്. JNUവിന്റെ ചെയർമാനായിരുന്നു. ദേശീയ കാര്യങ്ങളിൽ, സർവ്വദേശീയ വിഷയങ്ങളിൽ എല്ലാം തന്നെ അഗാധമായ അവഗാഹം അദ്ദേഹത്തിനുണ്ട്. പാർലമെന്റിൽ നല്ല പാർലമെന്റേറിയനായിരുന്നു. മികച്ച ആർട്ടിക്കുലേഷനാണ്. ഏത് കാര്യവും നമ്മുടെ CPIM-ന്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഇതര ജനവിഭാഗങ്ങളുടെ മുന്നിൽ, നമ്മുടെ ശത്രുക്കളുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന വാക്ചാതുര്യം സീതാറാമിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ വളരെ നൈർമല്യം പുലർത്തി ഏറ്റവും താഴെയുള്ള സഖാക്കളോട് പോലും നല്ല സൗഹൃദം അദ്ദേഹത്തിനുണ്ട്. ആ നിലയിൽ ശത്രുക്കളില്ലാത്ത ഒരു നേതാവായിരുന്നു സഖാവ് സീതാറാം. നമുക്ക് എപ്പോഴും മാതൃകയാക്കാവുന്ന സുഹൃത്തും സഖാവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് ഞാൻ വരുന്നത് സീതാറാം പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോഴാണ്. അതിനുശേഷം നാളിതുവരെയുള്ള ഒരു 10-35 കൊല്ലം വളരെ അടുത്ത സൗഹൃദം പുലർത്തിക്കൊണ്ടാണ് ഇവിടെ. അതെ, അദ്ദേഹം 86-ൽ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം പ്രസിഡന്റായി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് SFIയിൽ നിന്ന് ഒഴിവാകുന്നത്, അല്ലേ? താങ്കളൊക്കെ SFI നാഷണൽ ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒരു ഘട്ടവും അതായിരിക്കും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോഴാണ് ഞാൻ SFIയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വിജയവാഡയിൽ വെച്ച്. അപ്പോ ആ സന്ദർഭങ്ങളെല്ലാം അതിന് തൊട്ടുമ്പോ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസകരമായ പല സന്ദർഭങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ ഇല്ലാതാവൽ, അതുപോലെ തന്നെ നമ്മുടെ മണ്ഡൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വഴിതെറ്റിക്കുന്ന തീവ്ര വൈകാരികത, ഇതെല്ലാം രൂപപ്പെട്ടു വന്ന ആശയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധികൾ രൂപപ്പെട്ടപ്പോൾ അതിൽ കൃത്യമായ ഗൈഡൻസ് ഉണ്ട് സീതാറാമിന്റെ. നല്ല ഇടപെടലാണ് സീതാറാം നടത്തിയത്. പിൽക്കാലത്ത് ഹിന്ദുത്വവാദത്തിനെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരുത്തനായ പോരാളിയാണ് അദ്ദേഹം. ഇന്ന് ഇന്ത്യയിൽ BJPയുടെ ഒരു ഗവൺമെന്റ് അധികാരത്തിലില്ല എന്ന് പറയുമ്പോൾ അത്തരം ഒരു സഖ്യ രൂപീകരണത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിൽ BJP അധികാരഭ്രഷ്ടമാക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ജനതയുടെ സ്വീകാര്യത ലഭ്യമാക്കുന്നതിൽ, അവരുടെ ഭൂരിപക്ഷം ഇല്ലാതാക്കുന്നതിൽ എന്തായാലും നിർണായകമായ പങ്കാണ് സീതാറാം വഹിച്ചത്. അതോടൊപ്പം ആശയ രാഷ്ട്രീയ സൈദ്ധാന്തിക മേഖലയിൽ എല്ലാ കാലത്തും പാർട്ടിയുടെ നിലപാടിന് ശരിയായ നിലപാട് രൂപപ്പെടുത്തിയെടുക്കുന്നതിലും സീതാറാമിന്റെ നല്ല ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ പക്ഷേ വളരെ വേഗത്തിലാണ്, ഇനിയും എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപരമായ ശേഷി, കഴിവ്, ആ സംഭാവനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാകെയും CPIM എന്ന വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയും എത്രയോ കാലം ഉണ്ടാവേണ്ടത് കൂടിയാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ വളരെ അപ്രതീക്ഷിതമായ ഉള്ള ഒരു വേർപാട് തന്നെയാണ് സംഭവിച്ചിട്ടുമുള്ളത്. ശ്രീ വിജയരാഘവൻ, അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ നമുക്ക് സീതാറാമിന്റെ വേഗതകളുണ്ട്. സീതാറാം അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ പോയി നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സംസാരിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അത് ഇംഗ്ലണ്ടിലായാലും കാനഡയിലായാലും യൂറോപ്പിലായാലും ഡൽഹിയിലായാലും ചെന്നൈയിലായാലും അതിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം കേരളത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെമിനാറിനോ
പരിപാടിക്ക് വേണ്ടി വരുന്നത്. അതെ. എല്ലായിടത്തും നിറഞ്ഞ് യാത്ര ചെയ്ത് വേഗതയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ആ സന്ദർഭങ്ങളിലെല്ലാം ആവശ്യമായ ഗ്രഹപാഠം ചെയ്ത് ശരിയായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിശകലന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. വളരെ എന്തൊരു മികച്ച പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഈ ലേഖനങ്ങളുടെ വളരെ കൃത്യതയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വ്യക്തതയുള്ള ലേഖനങ്ങളാണ് സീതാറാം എഴുതിപ്പോരുന്നത്. നല്ല എഡിറ്ററായിരുന്നു. ചിന്തയുടെ നമ്മുടെ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം എസ്എഫ്ഐയുടെ മുഖപ്രസംഗമായ സ്റ്റുഡന്റിന്റെ എഡിറ്ററായിരുന്നു. വളരെ ഭംഗിയായി ഏറ്റവും മികച്ച പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് എല്ലായ്പ്പോഴും ഒരു എഡിറ്റർ എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് ആ നിലയിൽ സർവ സ്വീകാര്യത എന്നുള്ള ഒന്ന് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സഖാവ് സീതാറാമനുണ്ടായിരുന്നു. അപൂർവമായ മാത്രമേ അത്തരം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ ഒരു പെരുമാറ്റത്തിലെ ഊഷ്മളത, സംസാരത്തിലെ വ്യക്തത, നിറഞ്ഞ സൗഹൃദം, രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തതയുള്ള നിലപാട്, ആ നിലയിൽ സീതാറാം വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചു. നമുക്കിടയിൽ നിന്ന് പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് സീതാറാം നമ്മളിൽ നഷ്ടപ്പെടുന്നത്, പറിച്ചെടുക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്ന വളരെ വിഷമതയുണ്ടാക്കുന്ന സന്ദർഭമാണ്. നന്ദി ശ്രീ വിജയരാഘവൻ, CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഈ വിജയരാഘവനാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത്.